ഹലോ, ധൃതി പിടിച്ച് എങ്ങോട്ടാണ് യാത്ര എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. ദുബായ് റൺ 24-ാം തീയതി. അപ്പോൾ അതിൻ്റെ ടീഷർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ്. ഒരു വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പോയി കളക്ട് ചെയ്യാൻ വിചാരിച്ച് ഒരുപാട് നടന്നതുകൊണ്ട് കാല് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഊഞ്ഞാല കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലോട്ട് പോകുമല്ലോ, കുട്ടികളെല്ലാം മാറ്റി ആ ഒരു ഊഞ്ഞാലയിൽ സ്ഥലം പിടിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടു അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചു. കാരണം ചുറ്റിനും നല്ല അടിപൊളി ബിൽഡിങ്ങും അതുപോലെ തന്നെ ഒരു വില്ല, ഫ്ലവർ, പിന്നെ നല്ലൊരു ഈവനിങ് ഇതായിട്ടുള്ളൊരു ആംബിയറൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നു. അതിന് വന്നപ്പോൾ നീണ്ടൊരു ക്യൂ കണ്ട്. പാർക്കിൽ കയറാനുള്ള ഒരു ക്യൂ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ടാഗ് ഇവർ തന്നതെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായി, ഗെയ്സ് ഇവിടെ ദീപാവലി അവസാനിച്ചിട്ടില്ല ദുബായിൽ. അപ്പോൾ ദീപാവലി ഫെസ്റ്റിവൽ നടക്കുന്നതാണ് അവിടെ. അത് ഞാൻ ഇതുവരെ ആരും യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ ഒന്നും ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. അടിപൊളി ആംബിയറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ബൈക്ക് കണ്ടപ്പോൾ വേഗം ചാടിക്കയറി എൻ്റെ അതിൽ നിന്നൊരു ഫോട്ടോസും വീഡിയോസും എടുത്ത്. ഇപ്പം തട്ടി വീണേനെ അവിടെ. കുറച്ച് മുന്നിലോട്ട് നടന്നപ്പോൾ ഒരു ഫ്ലവർ വെച്ച് ഒരു ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ഫ്ലവർ എടുത്തു. ഒരെണ്ണം താഴെ വീണ് നൈസായിട്ട് ചമ്മി. എന്നാലും ആരും കാണില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒരെണ്ണം എടുത്ത് എൻ്റെ തലയിൽ വെച്ചു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഓട്ടോ കിടക്കുന്നുണ്ട്. ഓട്ടോയിൽ കയറിയിരുന്നു. ഇനി നമുക്കൊരു സഞ്ചാരിയായിട്ട് പോയാലോ. അങ്ങനെ ഓട്ടോയിൽ കുറച്ച് നേരം ഇരുന്നു. ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞ ഒരു ടീഷർട്ട് അന്വേഷിച്ച് വന്നതാണ് ഞാനായിരുന്നു. പക്ഷെ ഇവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ കുറച്ച് നേരം ഭയങ്കരമായിട്ട് റിലാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കിണറായിരുന്നു, അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിൽ പോയിക്കാൻ ഇങ്ങനെ കാണാം. ഇത് കണ്ടു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ചില്ലെങ്കിലും അതെനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി കിടക്കണം ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നടന്നു. ഇതൊരു പൂജാ സെറ്റാണ്. ഗുരുവായൂരിൽ നിന്ന് വാങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനത് അവിടെ തന്നെ വെച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ. ഇവിടത്തേക്ക് നടന്നപ്പോഴാണ് അങ്ങോട്ട് നോക്കിയേ എൻ്റെ മക്കളെ, എന്താണിത്, തൃശ്ശൂർ പൂരോ? അതുമാതിരി ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ദുബായിൽ ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നോക്കിയോ, ആ ഫ്രെയിം ദുബായിയാണില്ല കാണുന്നത്. അവിടെ നിറച്ച് ഒരു രക്ഷയില്ലാത്ത ആൾക്കാരായിരുന്നു. പിന്നെ അതുമെല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, മലയാളികളുടെ ഒരു പാട്ട് സ്റ്റൈൽ എല്ലാവരും അവിടെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ പാട്ട് ഏത് ലാംഗ്വേജിലാണ് പോണതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. കാരണം മ്യൂസിക്കായിരുന്നു കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. സോങ് അധികം കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ആ ഒരു വൈബും എല്ലാം കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കൂട്ടുകാരെയും കിട്ടി. നടന്നു പോയിക്കൊണ്ടിരുന്ന ആൾ എൻ്റെ കൈ പിടിച്ചു. പെട്ടെന്ന് എന്നോട് എടുക്കാൻ പറഞ്ഞു. എൻ്റെ തോളത്ത് കയറിയിരുന്നു. എന്നോടിങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവകാശികൾ വന്ന് ചീത്ത പറഞ്ഞാലോ വെച്ചാൽ ഞാൻ താഴെ വെച്ചു. കുറച്ച് അവിടുത്തെ വൈബും ആ മ്യൂസിക്കും ആ ആൾക്കൂട്ടവും ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് വന്നു. പിന്നെ അവരുടെ ഡെക്കറേഷൻ കാണണം കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. കുറച്ച് ഫ്ലവറോ ഡെക്കറേറ്റ് ചെയ്തതാണ്. പിന്നെ ദീപാവലി സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനതെല്ലാം ജസ്റ്റ് നോക്കി ആസ്വദിച്ചു. ഭയങ്കര ടെൻഷനായിട്ട് ഒരു യാത്രയായിരുന്നു എൻ്റെ. അപ്പോൾ അതൊന്നും റിലാക്സ് ആയി കിട്ടി. ലാസ്റ്റ് നടന്ന് മതിയായി ഗെയ്സ്. ഞാൻ ഫൈനലി എൻ്റെ ടീഷർട്ട് വാങ്ങിക്കാനുള്ളൊരു കവാടത്തിലോട്ടെത്തി. അവിടെ കയറിയപ്പോൾ ദുബായിയുടെ ടീഷർട്ടിൻ്റെ അങ്ങ് അറ്റത്തൊരു ലൈറ്റ് പച്ച കാണില്ല, അതായിരുന്നു. പിന്നെ കുറച്ച് മ്യൂസിക്കും ഡാൻസൊക്കെ കളിച്ച് പയ്യെ കാലുവേദന ഉള്ളത് മുഖത്ത് കാണിക്കാതെ പയ്യെ നടന്ന് എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വീണ്ടും നിൽക്കുന്നു വലിയൊരു ക്യൂ. അങ്ങനെ ആ ക്യൂവിൽ നിന്ന് നമ്മൾ ടാഗ് വാങ്ങിച്ചു. പക്ഷേ ഈ ടാഗ് കിട്ടിയതുകൊണ്ട് എനിക്ക് ടീഷർട്ട് കിട്ടിയില്ല. എനിക്ക് സങ്കടമായി ഗൈസ്. അങ്ങനെ ആ സങ്കടം മറയ്ക്കാൻ വേണ്ടി ഒരു സുംബ ഡാൻസെല്ലാം കളിച്ച് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.